ഇടുക്കിയിലെ പീരുമേട് താലൂക്കിൽ കയ്യേറ്റ ഭൂമി എന്ന് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മെയ് 2 വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കയ്യേറ്റ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പീരുമേട് തഹസീൽദാർ നിർദ്ദേശവും നൽകി. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നു. സുബിൻ, കയ്യേറ്റ ഭൂമിയിൽ ഇടുക്കിയിലെ പീരുമേട് താലൂക്കിലെ കയ്യേറ്റ ഭൂമി എന്ന് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. മെയ് 2 വരെ നിരോധനാജ്ഞ തുടരുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഈ നിരോധനാജ്ഞയുടെ പ്രധാനപ്പെട്ട ഉത്തരവ്. സുബിൻ തോമസ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ മൂന്നാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കയ്യേറ്റം നടന്നിട്ടുള്ള ഒരു പ്രദേശമെന്നാണ് പീരുമേട് മേഖല എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534, അതുപോലെ തന്നെ മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441, വാഗമൺ വില്ലേജിലെ സർവേ നമ്പറുകളായ 724, 813, അതുപോലെ തന്നെ 896 എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ തഹസിൽദാർക്കും അതുപോലെ തന്നെ ഡിവൈഎസ്പിക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ കയ്യേറ്റം ഈ മേഖലയിൽ, അതായത് പരുന്തുംപാറ മേഖലയിൽ വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. അതായത് പീരുമേട് വില്ലേജിലെ സർവേ നമ്പറുകൾ കാണിച്ചുകൊണ്ട് ഈ മഞ്ചുമല വില്ലേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഗുരുതരമായ വീഴ്ച അവിടെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കയ്യേറ്റ ഭൂമിയിലേക്ക് മറ്റ് ബഹുജന സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തിയപ്പോൾ പോലും ഈ പീരുമേട് മേഖലയിൽ ഈ വികസന സമിതി യോഗങ്ങൾ നടക്കുന്നിടത്തും ഇത്തരത്തിൽ സർക്കാർ യോഗങ്ങൾ നടക്കുന്നിടത്തും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർ എത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്കും ഈ നിരോധനാജ്ഞ ബാധകമാണ്. അതുപോലെ തന്നെ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു 15-അംഗ സംഘത്തെ ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പീരുമേട് മേഖലയിൽ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതലും ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിലൂടെയുണ്ട്.